Hi everyone. ODE section 59 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. There are four simple types of critical points. They are nodes, saddle points, centers and spirals. അപ്പോൾ നോഡ്സ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി സാഡിൽ പോയിൻറ്സും സെൻറ്റേഴ്സും എന്താണെന്ന് നോക്കാം. അപ്പോൾ സാഡിൽ പോയിൻ്റ് എന്ന് പറയുമ്പോൾ എ ക്രിട്ടിക്കൽ പോയിന്റ് ലൈക്ക് ഇൻ ഫിഗർ ഈസ് കോൾഡ് എ സാഡിൽ പോയിന്റ്. It is approached and entered by two half-line paths AO and BO as t tends to infinity, and these two paths lie on a line AB. അതായത് ഇപ്പോൾ O ആണ് ക്രിട്ടിക്കൽ പോയിൻ്റ് എങ്കിൽ ഓരോ ഹാഫ് ലൈൻ പാത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും AOയും BOയും. അപ്പോൾ ഈ ഓരോ ഹാഫ് ലൈൻ പാത്ത് ഈ ക്രിട്ടിക്കൽ പോയിൻ്റ് Oനെ അപ്രോച്ച് ചെയ്യുകയും എൻ്റർ ചെയ്യുകയും ചെയ്യുന്നു ആസ് t tends to infinity. It is also approached and entered by two half-line paths CO and DO as t tends to minus infinity, and these two paths lie on another line CD. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് COയും DOയും കാണാം. അതെന്ന് പറയുന്നത് എന്താണ്? റിവേഴ്സ് ഡയറക്ഷനാണ്. ക്രിട്ടിക്കൽ പോയിന്റിൽ നിന്ന് റിവേഴ്സ് ഡയറക്ഷനിലാണ് കിടക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ഈ രണ്ട് പാത്ത് COയും DOയും ഓൺ ദി ലൈൻ സിഡിയിലാണല്ലോ ഈ രണ്ട് പാത്തും കിടക്കുന്നത്. അത് അപ്രോച്ചസ് ആൻഡ് എൻഡേഴ്സ് ടു ക്രിട്ടിക്കൽ പോയിന്റ് ആസ് t ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കിനി കാണാം ഈ സിസ്റ്റത്തിൽ വേറെ പാത്ത്സ് ഉണ്ടല്ലോ. അതായത് ബിറ്റ്വീൻ ദ ഫോർ ഹാഫ് ലൈൻ പാത്ത്സ് ദർ ആർ ഫോർ റീജിയൻസ് ആൻഡ് ഈച്ച് കണ്ടെയ്ൻസ് എ ഫാമിലി ഓഫ് പാത്ത്സ് റിസംബ്ലിംഗ് ഹൈപ്പർബോളാസ്. These paths do not approach zero as t tends to infinity or as t tends to minus infinity, but instead are asymptotic to one or another of the half-line paths as t tends to infinity and as t tends to minus infinity. അതായത് നമുക്ക് ഈ ഇവിടെ കാണാൻ പറ്റുമ്പോൾ ഇവിടെ ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും അത് ഈ ഹാഫ് ലൈൻ പാത്തുകളോട് അസിംപ്റ്റോട്ടിക് ആയിരിക്കും. സോ all other paths are asymptotic to one or another of the half-line paths. അപ്പോൾ നമുക്ക് പറയാം ഈ ക്രിട്ടിക്കൽ പോയിന്റ് ഈസ് എ സാഡിൽ പോയിന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ് നോക്കാം, വിച്ച് ഇസ് സെൻറ്റർ. സെൻറ്റർ എന്താണെന്ന് നോക്കാം. എ സെൻറ്റർ, സംടൈംസ് കോൾഡ് എ വോർട്ടെക്സ്, ഈസ് എ ക്രിട്ടിക്കൽ പോയിന്റ് ദാറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ ഫാമിലി ഓഫ് ക്ലോസ്ഡ് പാത്ത്സ്. ഇറ്റ് ഈസ് നോട്ട് അപ്രോച്ച്ഡ് ബൈ എനി പാത്ത് ആസ് t tends to infinity or as t tends to minus infinity. അതായത് ഒരു ക്രിട്ടിക്കൽ പോയിന്റിനെ സെൻറ്റർ എന്ന് വിളിക്കണമെങ്കിൽ അതിന് ചുറ്റും ക്ലോസ്ഡ് ആയിട്ടുള്ള പാത്തുകൾ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഫിഗറിൽ. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഇതിൻ്റെ സെൻറ്ററിൽ കാണുന്ന ഒരു പോയിന്റിനെ ഈ കാണുന്ന ഒരു പാത്തും അപ്രോച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് പറയാം ഈ ക്രിട്ടിക്കൽ പോയിന്റ് സെൻറ്റർ ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് dx/dt = -y, dy/dt = x. ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ടൈപ്പ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അപ്പോൾ dx/dt = 0 implies y = 0, dy/dt = 0 implies x = 0. അപ്പോൾ നമുക്ക് കിട്ടി 0, 0 is the critical point. ഓക്കെ, ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ് ലെറ്റ് x = a e⁻mt, y = b e⁻mt. അപ്പോൾ therefore ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dx/dt = m(a e⁻mt), അതുപോലെ തന്നെ dy/dt = m(b e⁻mt). ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ m(a e⁻mt) = -b(e⁻mt), m(b)e⁻mt = a(e⁻mt). അപ്പോൾ നമ്മൾ e⁻mt എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ e⁻mt. അപ്പോൾ എന്ത് കിട്ടി? ma + b = 0, mb - a = 0. നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടി ma + b = 0, -a + mb = 0. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമുക്കറിയാം എന്താണ്? ഡിറ്റർമിനൻറ്റ് ഓഫ് കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് = 0 ആവണം. അപ്പോൾ എന്ത് കിട്ടി? m² + 1 = 0, which implies m² = -1. അതായത് m = ± i, അതായത് കോംപ്ലക്സ് റൂട്ട്സ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ m =
ഐ ആണെന്ന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടി എ ഐ പ്ലസ് ബി ഈക്വൽ ടു 0 മൈനസ് എ പ്ലസ് ഐ ബി ഈക്വൽ ടു 0. രണ്ട് ഇക്വേഷൻസ് ഈക്വൽ ആണല്ലോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുകയാണ്. അപ്പോൾ മൈനസ് എ പ്ലസ് ഐ ബി ഈക്വൽ ടു 0 ആണെങ്കിൽ ഇംപ്ലൈസ് എ ഈക്വൽ ടു ഐ ബി. അപ്പോൾ നമ്മൾ ബിയുടെ വാല്യൂ 1 കൊടുക്കുകയാണെങ്കിൽ ഇംപ്ലൈസ് എ ഈക്വൽ ടു ഐ ആണ്. അപ്പോൾ ദ കറസ്പോണ്ടിങ് സൊല്യൂഷൻ ഈസ് എന്താണ്? എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് എ ഇ റേസ് ടു എം ടി ആണ്. എയുടെ വാല്യൂ എന്താണ്? ഐ ആണ്. എമ്മിൻ്റെ വാല്യൂ ഐ ആണ്. അപ്പോൾ നമുക്ക് കിട്ടി ഐ ഇ റേസ് ടു ഐ ടി കിട്ടി. നമ്മൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഐ കോസ് ടി പ്ലസ് ഐ സൈൻ ടി എന്ന് കിട്ടി. ഐ അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ടി പ്ലസ് ഐ കോസ് ടി. അതുപോലെ തന്നെ വൈ ഈക്വൽ ടു എന്താണ്? ബി ഇ റേസ് ടു എം ടി ആണ്. അതായത് ബി ഇവിടെ 1 ആണ്. അപ്പോൾ ഇ റേസ് ടു ഐ ടി, അതായത് കോസ് ടി പ്ലസ് ഐ സൈൻ ടി. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇതൊരു സൊല്യൂഷനാണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടും ഒരു സൊല്യൂഷനാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഇമാജിനറി പാർട്ടും ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ലെറ്റ് x1 ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് എക്സ് ആണെങ്കിൽ, അതായത് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ടി. സൈഡിലെ ബോക്സ് നോക്കൂട്ടോ. അപ്പോൾ x2 എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് y ആണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു കോസ് ടി. y1 എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് എക്സ് എടുക്കുകയാണെങ്കിൽ അതായത് കോസ് ടി ആണ്. y2 എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് y എടുക്കുകയാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ ടി. അപ്പോൾ therefore ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏത് ഫോമിലായിരിക്കും? എക്സ് ഈക്വൽ ടു c1x1 പ്ലസ് c2x2, y ഈക്വൽ ടു c1y1 പ്ലസ് c2y2. അപ്പോൾ therefore ജനറൽ സൊല്യൂഷൻ ഈസ് എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു മൈനസ് c1 സൈൻ ടി പ്ലസ് c2 കോസ് ടി, y ഈക്വൽ ടു c1 കോസ് ടി പ്ലസ് c2 സൈൻ ടി. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് മാർക്ക് ചെയ്യണം. Therefore the solution satisfying the condition x at 0 equal to 1 and y at 0 equal to 0 is എന്താണ്? ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് അറ്റ് 0 ഈക്വൽ ടു 1 ആണെങ്കിൽ ഇംപ്ലൈസ് c2 ഈക്വൽ ടു 1, y at 0 ഈക്വൽ ടു 0 ആണെങ്കിൽ ഇംപ്ലൈസ് c1 ഈക്വൽ ടു 0. therefore സൊല്യൂഷൻ എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു കോസ് ടി, y ഈക്വൽ ടു സൈൻ ടി. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 എന്ന് മാർക്ക് ചെയ്യണം. The solution satisfying the condition x at 0 equal to 0 and y at 0 equal to minus 1 is നമ്മൾ ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി എക്സ് അറ്റ് 0 equal to 0 ആണെങ്കിൽ ഇംപ്ലൈസ് c2 equal to 0, y at 0 equal to minus 1 ആണെങ്കിൽ ഇംപ്ലൈസ് c1 equal to minus 1. അപ്പോൾ therefore solution is എന്താണ്? x equal to sin t which is equal to cos t minus 5/2. അതുപോലെ തന്നെ y equal to minus cos t which is equal to sin t minus 5/2. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 5 എന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ these two different solution defines the same path c which is evidently the circle x square plus y square equal to 1. അതായത് ഈ both 4 and 5 നമ്മൾ ഷോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പാത്ത് ഈസ് ട്രേസ്ഡ് ഔട്ട് ഇൻ ദ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നൗ dy by dx എന്ന് പറയുന്നത് ഈക്വൽ ടു dy by dt by dx by dt which is equal to x by minus y, അതായത് minus x by y, that is dy by dx equal to minus x by y, y dy equal to minus x dx. അപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും y square by 2 equal to minus x square by 2 plus c square. therefore general solution x square plus y square equal to c square yields all the paths. അതായത് നമുക്ക് കിട്ടി എന്തോ കിട്ടി? ക്രിട്ടിക്കൽ പോയിന്റ് 0 0 എന്ന് കിട്ടി. എന്താ? ഒരു സർക്കിളാണെന്ന് കിട്ടി. അപ്പം എന്താണ്? അതായത് ക്രിട്ടിക്കൽ പോയിന്റ് സറൗണ്ടഡ് ബൈ ഫാമിലി ഓഫ് ക്ലോസ്ഡ് പാത്ത്സ് ആണ്. അപ്പോൾ ക്ലിയർലി നമുക്ക് മനസ്സിലാക്കാം എന്താണ് സിസ്റ്റം എന്ന് പറയുന്നത് സെൻറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.